നോട്ടത്തിൽ ഒറിജിനൽ പോലെയേ തോന്നുള്ളൂ. ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. ലോറികൾ ഏതായാലും വാഹനപ്രേമികളുടെ ഇടയിൽ അവയ്ക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. അങ്ങനെ ഏറെ ഫാൻ ബേസ് ഉള്ള, ആര് കണ്ടാലും നോക്കുന്ന ലോറിയാണ് ടാറ്റയുടെ SC ലോറികൾ. സ്പടികം സിനിമയിലെ ചെകുത്താൻ ലോറി ഓർക്കുന്നില്ലേ? ദേ അതിന്റെ മിനിയേച്ചറാണ് ഈ ഇരിക്കുന്നത്. അത്രയും പെർഫെക്ഷനോടെയാണ് ഓരോ മിനിയേച്ചറും ഉണ്ടാക്കിയെടുത്തത്. ഇതിന് പിന്നിലുള്ളത് തൃശൂർ കുന്നംകുളം സ്വദേശിയായ സജീഷാണ്. ഞാനൊരു മിനിയേച്ചർ ആർട്ടിസ്റ്റാണ്. മെയിനായിട്ട് ചെയ്യുന്നത് SC ലോറികളാണ്. നമ്മുടെ സ്പടികം ലോറി എന്ന് പറയുന്ന SC ലോറികളാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അത് തന്നെ ധാരാളം എനിക്ക് ചെയ്യാനുണ്ട്. ഞാനൊരു ഓട്ടോ ഡ്രൈവറും കൂടിയാണ്. ഈ ഓട്ടോ ഓടിക്കുന്നതിനിടയ്ക്കാണ് ഇപ്പോൾ ഇത് ചെയ്യാനുള്ള സമയം കണ്ടെത്തുന്നത്. അപ്പോൾ ആളുകൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറുള്ള ഓരോ വർക്കുകളാണ് ഞാൻ ചെയ്യുന്നത്. ഇതിന് കുറേയധികം സമയം വരുന്നതാണ്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യുന്നത്. അതായത് ബ്ലൂ പ്രിൻ്റ് വരയ്ക്കുന്നത് മുതൽ ചെയ്യുന്നത് വരെ. പിന്നെ കുറച്ച് കാര്യങ്ങളിൽ എൻ്റെ വൈഫ് ഹെൽപ്പ് ചെയ്യും. ഈ പെയിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങളിലൊക്കെ വൈഫ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ബാക്കി എല്ലാ പാർട്സും ഉണ്ടാക്കുന്നത് ഞാൻ തന്നെയാണ്. സാധാരണ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിയണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം 6 മാസത്തെ സമയമെങ്കിലും വേണം. അതായത് അതിൻ്റെ പ്രത്യേകിച്ച് ലോറി ആകുമ്പോൾ അതിൻ്റെ എല്ലാ പാർട്സുകളും നമ്മൾ ചെയ്യുന്നതാണ്. ഹാൻഡ് മെയ്ഡായിട്ടാണ് കൂടുതലും ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് ഭാഗങ്ങൾ മാത്രം ഞാൻ 3D പ്രിൻ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അത് വളരെയധികം ഓർഡർ വന്നപ്പോൾ ഞാൻ വർക്ക് സ്പീഡാക്കാനായിട്ടാണ് ഈ 3D വാങ്ങിച്ചിരിക്കുന്നത്. അതുവരെ ഞാൻ ചെയ്തിരുന്നത് മുഴുവനായിട്ട് ഹാൻഡ് മെയ്ഡായിട്ടാണ്. അപ്പോൾ അതെല്ലാ പാർട്സും അതിൻ്റെ കറക്റ്റ് പ്രൊപ്പോർഷനിൽ അളവ് തെറ്റാതെയാണ് ചെയ്യുക. ഇപ്പം ഞാൻ നോർമലി ചെയ്തുകൊണ്ടിരിക്കുന്നത് 1:32, 1:14 ഇങ്ങനെ 2 റേഷ്യോയിലാണ് വണ്ടികൾ ചെയ്യുന്നത്. എല്ലാ വണ്ടികളും ഓർഡർ ഉണ്ട്. പക്ഷെ ഞാൻ മെയിനായിട്ട് ചെയ്യുന്ന SC ലോറി തന്നെയാണ്. സജീഷിന്റെ വണ്ടികൾക്ക് അങ്ങനെ പ്രത്യേക പ്രായക്കാരൊന്നുമില്ല. പണ്ട് വീട്ടിൽ വണ്ടി ഉണ്ടായിരുന്നവർ, അച്ഛൻ ഓടിച്ചിരുന്ന വണ്ടി, അങ്ങനെ വാഹനവുമായി പ്രത്യേക അടുപ്പമുള്ള ആളുകളാണ് സജീഷിനെ സമീപിക്കുന്നവരിൽ ചിലർ. ആ പഴയ വണ്ടി പോലെ അവർ ആവശ്യപ്പെടുന്ന പ്രകാരം ഫോട്ടോ, നമ്പർ അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിയാണ് വണ്ടി നിർമ്മിച്ചു നൽകുക. ഒടുവിൽ ഇത് കാണുമ്പോൾ അവരിലുണ്ടാകുന്ന സംതൃപ്തിയാണ് സജീഷിന്റെ സന്തോഷം. നമ്മൾ സ്റ്റാർട്ടിങ് മുതലേ, അതായത് താഴെ ചേസ്, അതുപോലെ ടയർ, അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കി തുടങ്ങുന്നത്. എന്നിട്ട് അതിന് ശേഷം ഓരോരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ ചെയ്ത് വരും. ഞാൻ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്ത് പെയിൻറ്റ് ചെയ്യുന്നൊരു മെത്തേഡല്ല. ഓരോ പാർട്സും സെപ്പറേറ്റ് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് ഫിനിഷ് ആയതിന് ശേഷമാണ് കൂട്ടി ഒട്ടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഫിനിഷിങ് എനിക്ക് കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ ചില പാർട്സുകളൊക്കെ കേട് വന്നു കഴിഞ്ഞാൽ അത് ഞാൻ വീണ്ടും ചെയ്തിട്ട് മാത്രമാണ് അവർക്ക് ഞാൻ കൊടുക്കുള്ളൂ. ഇതിൻ്റെ എല്ലാ പാർട്സുകളും ബുദ്ധിമുട്ട് തന്നെയാണ്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ആ കറക്റ്റ് അളവാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഓരോ പാർട്സിനും മാത്രം നമുക്ക് കൂടുതൽ സമയം അല്ലെങ്കിൽ കുറവ് സമയം എന്ന് പറയാൻ പറ്റില്ല. എല്ലാ പാർട്സും അത്രയും ശ്രദ്ധയോടെ ക്ഷമയോടെ ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലി എല്ലാ സ്ഥലങ്ങളിലും വാങ്ങാൻ കിട്ടുന്നത് തന്നെയാണ്. ഫോറസ്റ്റ് ഷീറ്റ്, അതുപോലെ PVC മെറ്റീരിയൽ, തകിട്, അതുപോലെ ചേസിന് ഉപയോഗിക്കുന്ന മരത്തിൻ്റെ റീപ്പറാണ് ഉപയോഗിക്കുക. എല്ലാം നമുക്ക് നോർമലി എവിടെ നിന്നും വാങ്ങാൻ കിട്ടുന്ന പാർട്സ് മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് ഉണ്ടാക്കുന്നതിനുള്ള ബുദ്ധിമുട്ടാണ് കൂടുതൽ വരുന്നത്. എല്ലാം അത് ഇപ്പോൾ നമുക്ക് കാണുന്ന ഒരു മെറ്റീരിയൽ ഈ ഒരു ഷേപ്പിലേക്കാക്കി എടുക്കണ്ടേ, അതിനുള്ള ബുദ്ധിമുട്ടാണ് ഇതിൽ വരുന്നത്. നമുക്ക് വേസ്റ്റായിട്ട് വരുന്ന പല മെറ്റീരിയലും ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഈ പേനയുടെ മൂടി, അതുപോലെ പേനയുടെ പുറകുവശം, അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ കുറേ പാർട്സുകൾ ഇപ്പോൾ ഞാൻ എവിടെ പോയാലും നമുക്ക് പറ്റുന്ന എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ എന്നാണ് ഞാൻ നോക്കാറ്. ഇപ്പോൾ നമുക്ക് വേസ്റ്റേജ് ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഷോപ്പിൽ കയറിയാൽ തന്നെ എൻ്റെ നോട്ടം പോവുക ആദ്യം അവിടെ ഇരിക്കുന്ന മെറ്റീരിയലുകൾക്കാണ്. അത് എന്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് പല കാര്യങ്ങളും അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇതുകൊണ്ട്. ചെറുപ്പം മുതലേ വണ്ടികളോട് ഏറെ ഇഷ്ടം. അന്ന് 8, 9 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വണ്ടികൾ ഉണ്ടാക്കി നോക്കി. പക്ഷേ കൃത്യം അളവുകളൊന്നുമല്ല. എന്നാൽ കോവിഡ് സമയം കാര്യങ്ങളെല്ലാം മാറ്റിമറിച്ചു. തന്റെ പാഷനെ സീരിയസ് ആയി കണ്ട് കൃത്യമായ അളവുകളിൽ വണ്ടികൾ ഉണ്ടാക്കി. അപ്പോൾ പിന്നെ എന്തുകൊണ്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടാ? ഇഷ്ട ലോറിയായ SC ലോറികൾ ഉണ്ടാക്കുന്ന വീഡിയോകൾ ചാനലിൽ ഇടാനും തുടങ്ങി. ഇടേണ്ട താമസം ആളുകൾ ചോദിച്ചു വരാനും തുടങ്ങി. ഓരോ വർക്ക് ചെയ്യുമ്പോഴും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതായത് എൻ്റെ ഒരു പാഷനാണ്. എന്നെപ്പോൾ വിളിക്കുന്നവർ കൂടുതൽ പേരും ഈ SC ലോറി തന്നെയാണ് ചോദിക്കുന്നത്. എല്ലാ വണ്ടികളും എന്നോട് ചോദിക്കാറുണ്ട്.
പിന്നെ ചിലർ നിർബന്ധിച്ചിട്ട് എന്തെങ്കിലും വണ്ടി ഇപ്പോൾ ജീപ്പ് അതുപോലെ അങ്ങനെ പ്രത്യേകിച്ച് വണ്ടികൾ ചെയ്യണം, ഞാൻ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചിലർ തരുന്ന ഓർഡറുകളുണ്ട്. അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ എൻ്റെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4 വർഷത്തിന് മേലെ ചെയ്യാനുള്ള വർക്കുകൾ എനിക്കുണ്ട്. ഇപ്പം ഞാൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന ഒരു വണ്ടിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ വർക്കും ഫിനിഷ് ആയതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ കാണാം. ഇതിൻ്റെ താഴെ ഭാഗത്തെ എല്ലാ പാർട്സുകളും അതിൻ്റെ ഡീറ്റെയിൽ അതേ പ്രൊപ്പോർഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഈവൻ ഒരു ബക്കറ്റ് പോലും ഞാൻ കറക്റ്റ് പ്രൊപ്പോർഷനിലാണ്, ഒറിജിനൽ ബക്കറ്റിൻ്റെ പ്രൊപ്പോർഷനിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ആക്സിലൊക്കെ തിരിയുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗിയർ ബോക്സ്, എൻജിൻ, ഡിഫറൻഷ്യൽ, അങ്ങനെ എല്ലാ ഭാഗങ്ങളും, അതുപോലെ എയർ ബ്രേക്കിൻ്റെ ബൂസ്റ്റർ, അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടയറുകളെല്ലാം ബെയറിങ്ങിലാണ് കറങ്ങുന്നത്, നല്ല സ്മൂത്തായിട്ട് കറങ്ങുന്നതാണ്. അതുകൂടാതെ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ ഉൾഭാഗത്ത് ഡാഷ്, സ്റ്റിയറിങ്, പിന്നെ ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേറ്റർ, അങ്ങനെ എല്ലാ ഭാഗങ്ങളും. പിന്നെ സീറ്റ് ചെയ്തിരിക്കുന്നത് ഒറിജിനൽ റെക്സിൻ കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ഒറിജിനാലിറ്റി അതിന് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇതിനുള്ളിൽ നമ്മളൊരു ദൈവത്തിൻ്റെ ഫോട്ടോ വരുന്നുണ്ട്. AC ലോറികളിൽ എല്ലാവരും ഉപയോഗിച്ചിരുന്നതാണ്. അതുവരെ ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ പുറകിൽ ഈ ബ്രേക്ക് ലൈറ്റിൻ്റെ ഗ്രില്ല്, അതുപോലെ നമ്പർ ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന അതേ നമ്പർ തന്നെ വെക്കുന്നതാണ്. അതുപോലെ പുറകിൽ വരുന്ന പേരായാലും ഈ ക്യാബിന് പുറകിൽ വരുന്ന പിക്ചർ അതും അവർ പ്രത്യേകം പറയും. അവരുടെ വണ്ടിക്ക് ഉണ്ടായിരുന്ന പിക്ചറോ അല്ലെങ്കിൽ അവർക്ക് ആഗ്രഹമുള്ള പിക്ചറോ ഏതാണെങ്കിലും പറഞ്ഞാൽ അതാണ് വെക്കുക. സാധാരണ ഈ ആനയുടെ പിക്ചറാണ് കൂടുതൽ ഉണ്ടാവാറ്. അതുപോലെ ദൈവങ്ങളുടെ യേശു, അവരെന്താണോ പറയുന്നത് അതുപോലെ തന്നെ ചെയ്യും. മീത വരുന്ന പേര് അത് അവരുടെ വീട്ടുപേര്, ഈ 2 സൈഡിൽ വരുന്ന ലൈറ്റ്, ഈ ലൈറ്റിൽ വരെ ശ്രദ്ധിക്കാനുണ്ട്. ഒരു സൈഡിൽ പച്ച ലൈറ്റും ഒരു സൈഡിൽ ചുവപ്പ് ലൈറ്റാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ഇതിൻ്റെ പാർട്സുകളിൽ ഗ്രില്ല് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതായത് ഇത് ശരിക്കും ഞാൻ ആംഗ്ലെയർ പോലെ തന്നെയാണ് ചെയ്യുന്നത്. എല്ലാവരും ചെയ്യുന്നത് സാധാരണ സ്ക്വയർ ആയിട്ടാണ് ചെയ്യാറ്. ഞാൻ കറക്റ്റ് ആംഗ്ലെയർ പോലെ തന്നെയാണ്. ഇത് ഓരോന്നും കട്ട് ചെയ്തെടുക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. കട്ട് ചെയ്തിട്ട് ഈ ഗ്യാപ്പുകളെല്ലാം കറക്റ്റ് ചെയ്ത് ചെയ്യാനും, അതുപോലെ ഇങ്ങനത്തെ ഇതിന് വരുന്ന ഗ്യാപ്പുകൾ അതൊക്കെ കറക്റ്റ് ഒറിജിനൽ വണ്ടിക്ക് എങ്ങനെയാണോ വരിക അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ ടാങ്കുകളുടെ ഗ്രില്ലായാലും ഒറിജിനൽ ആംഗ്ലെയർ പോലെ തന്നെയാണ്, ആംഗ്ലെയർ കൊണ്ട് ഗ്രില്ലുണ്ടാക്കിയ രീതിക്ക് തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ കയറുന്ന സ്റ്റെപ്പ്, ആ സ്റ്റെപ്പും ഒറിജിനൽ വണ്ടിക്ക് വരുന്ന രീതിയിൽ തന്നെ എങ്ങനെയാണോ വേണ്ടത് അതേ രീതിയിൽ തന്നെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ മിറർ ഈ പുതിയ ലോറിക്കും പഴയ ലോറിക്കും വ്യത്യാസമുണ്ട്. അതും കറക്റ്റ് ആ അളവിൽ തന്നെ എങ്ങനെയാണോ വരിക അതുപോലെ തന്നെ നിർത്തിയിട്ടുണ്ട്.